നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കേരള മനസാക്ഷിയെ നടുക്കിയ ഒരു മരണം തന്നെയായിരുന്നു ADM നവീൻ ബാബുവിൻ്റേത്. ഇത് മരണമല്ല, കൊലപാതകമാണ് എന്ന സംശയത്തിലാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയും കുടുംബവും മക്കളും എല്ലാം. ഒരു കാരണവശാലും നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല തൻ്റെ വ്യക്തിജീവിതത്തിൽ എന്നാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ ചൂണ്ടിക്കാണിക്കുന്നത്. ഔദ്യോഗിക ജീവിതത്തിലും കറകളഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ പേരെടുത്ത നവീൻ ബാബു 19 വയസ്സ് മുതൽ ജോലിയിൽ പ്രവേശിച്ച ആളാണ്. ഇനി 7 മാസക്കാലം കൂടി മാത്രമേ അദ്ദേഹത്തിൻ്റെ സർവീസിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ 7 മാസക്കാലം അദ്ദേഹത്തിന് സ്വന്തം നാടായ പത്തനംതിട്ടയിൽ ജോലി ചെയ്യുവാനുള്ള അവകാശം, അധികാരം സർക്കാർ സ്ഥാപിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ പത്തനംതിട്ടയിലേക്ക് അദ്ദേഹം മാറിപ്പോകുന്നതിൻ്റെ തലേ ദിവസം കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന ഒരു യാത്രയയപ്പ് ചടങ്ങാണ് നവീൻ ബാബുവിൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ചത്. 2 പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ തിരി കെടുത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു അന്ന് PP ദിവ്യ എന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നവീൻ ബാബുവിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചതും ഈ ആരോപണങ്ങൾ അത്രയും അവർ ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചതും. ഇതിൽ മനംനൊന്താണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം. FIR-ലും അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ നവീൻ ബാബുവിൻ്റെ മരണത്തെ ചുറ്റിപ്പറ്റി ദുരൂഹതകൾ മാത്രമാണ്. ദുരൂഹതകളിൽ നിന്നും ദുരൂഹതകളിലേക്ക് ചേക്കേറുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഓരോ വിവരവും ചെന്നെത്തി നിൽക്കുന്നത്. നവീൻ ബാബു തൻ്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ കേവലം മൊബൈൽ ചാർജറിൻ്റെ പോലും വണ്ണമില്ലാത്ത ഒരു പ്ലാസ്റ്റിക് ചരടിൽ എങ്ങനെയാണ് 55 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ തൂങ്ങി മരിക്കുക എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ നവീൻ ബാബു തൂങ്ങി മരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ കഴുത്ത് മുറിയും, ഉടലിൽ നിന്ന് കഴുത്ത് വേർപെട്ടു പോകും, അല്ല എന്നുണ്ടെങ്കിൽ കയർ പൊട്ടി താഴെ വീഴും. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ നവീൻ ബാബുവിന് ഒരു മൊബൈൽ ചാർജറിൻ്റെ വണ്ണമുള്ള ഒരു പ്ലാസ്റ്റിക് കയറിൽ 5 mm മാത്രം വ്യാസമുള്ള ഒരു കയറിൽ കെട്ടിത്തൂങ്ങി മരിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് തന്നെയാണ് ജോൺ റാൾഫ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജോൺ റാൾഫാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ ഏർപ്പെടുത്തിയിരിക്കുന്ന അഭിഭാഷകൻ. മറ്റു ഒരുപാട് പൊരുത്തക്കേടുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിനോടകം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇതെല്ലാം പല മാധ്യമങ്ങളിൽ നിന്നും അറിഞ്ഞത് തന്നെയാണ്. നവീൻ ബാബുവിൻ്റെ ഇൻക്വസ്റ്റ് നടത്തുന്നതിന് വേണ്ടി ബന്ധുക്കളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്താൻ പാടുള്ളൂ എന്ന് ബന്ധുക്കൾ പോലീസിനോടും കളക്ടറോടും ആവശ്യപ്പെട്ടിട്ടും അത്തരത്തിൽ പെരുമാറിയിട്ടില്ല. ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് തന്നെ നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി. പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ടു. അഥവാ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച PP ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ്. പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾക്ക് പെട്രോൾ പമ്പ് NOC അനുവദിക്കുന്നതിൽ കാലതാമസം വരുത്തി നവീൻ ബാബു. അതിന് നവീൻ ബാബു 98,500 രൂപ അയാളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് പ്രശാന്ത് ബാബുവും PP ദിവ്യയും ഒരുപോലെ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രശാന്ത് ബാബുവും ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ്. മാത്രമല്ല നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് കട്ട CPM അനുഭാവിയായ ഒരു ഡോക്ടറാണ്. അദ്ദേഹം CPM-ൻ്റെ പ്രവർത്തകനാണ് എന്നറിയുന്നു. ഇങ്ങനെ നിരവധി ദുരൂഹതകളാണ് പോസ്റ്റ്മോർട്ടത്തിലും ഇൻക്വസ്റ്റിലും എല്ലാം ഉള്ളത്. ഇൻക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തമുണ്ടായിരുന്നു, രക്തത്തിൽ കുതിർന്ന നിലയിലാണ് കണ്ടത് എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ഒരു വിഷയമേ സൂചിപ്പിച്ചിട്ടില്ല. പോലീസ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും FIR-ലും ഇത്തരം വിവരങ്ങളൊന്നുമില്ല. പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർ പറയുന്നതാവട്ടെ ആന്തരികമായും ബാഹ്യമായും രക്തസ്രാവം ഉണ്ടായിട്ടില്ല, മുറിവുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എവിടെ നിന്നാണ് നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ കുതിർന്ന നിലയിലുണ്ടായ രക്തം എവിടെ നിന്ന് വന്നു എന്നുള്ളത് അന്വേഷണത്തിന് വിധേയമാക്കേണ്ടത് തന്നെയാണ്. ഇവിടെയെല്ലാം പോലീസ് മൊത്തത്തിൽ ഉരുണ്ട് കളിക്കുന്നു. കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് നടത്തുന്നത് എന്നാണ് കേരളീയ പൊതുസമൂഹവും നവീൻ ബാബുവിൻ്റെ കുടുംബവും ഒരുപോലെ തന്നെ പറയുന്നത്. ഇത്തരം വിവരങ്ങളാണ് അക്കമിട്ട് അടയാളപ്പെടുത്തി അഡ്വക്കേറ്റ് നവീൻ ബാബുവിൻ്റെ ഭാര്യ ഏർപ്പെടുത്തിയിരിക്കുന്ന മുതിർന്ന അഭിഭാഷകനായ ജോൺ റാൾഫ് തൻ്റെ വിശദമായ ആർഗ്യുമെൻ്റ് റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. സർക്കാർ CBI അന്വേഷണം ഈ കേസിൽ ആവശ്യമില്ല, നവീൻ ബാബു കൊല ചെയ്യപ്പെട്ടതാണെന്ന് കുടുംബത്തിന് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ കേസും
SIT തന്നെ അന്വേഷിക്കും, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ അന്വേഷിക്കും എന്ന് സർക്കാർ പറയുമ്പോൾ സർക്കാരിന് ഈ കാര്യത്തിൽ കൃത്യമായ ചില വസ്തുതകൾ ഒളിച്ചു വയ്ക്കാനുണ്ട് എന്ന് തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ജനം സംശയിക്കുന്നത് അത് തന്നെയാണ്. കണ്ണൂരിലെ CPM ലോബിയുമായി ബന്ധപ്പെട്ട നിരവധി വലിയ കോടികളുടെ ഇടപാടുകളാണ് നവീൻ ബാബു അറിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം ഒരു ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കണ്ണൂരിന് വെളിയിലേക്ക് നവീൻ ബാബു പോകാൻ പാടില്ല എന്ന് താല്പര്യമുണ്ടായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ CPM അടപടലം ജയിലിൽ പോകുന്ന തരത്തിലുള്ള ദുരൂഹമായ പല സംഭവങ്ങളുടെയും കൃത്യമായ രേഖകൾ നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബു വധിക്കപ്പെട്ടത് എന്ന് തന്നെയാണ് കേരളീയ പൊതുബോധം ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ഇതിനൊരു അറുതി വരുത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും CBI വന്നേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം. സത്യാവസ്ഥ അറിയണമെങ്കിൽ കേരള പോലീസ് അന്വേഷിച്ചാൽ നടക്കില്ല എന്ന് തന്നെ ജോൺ റാൾഫ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ പോലീസിൻ്റെ അന്വേഷണം കുറ്റമറ്റതാണ് എന്ന് തന്നെയാണ് സർക്കാരും പറഞ്ഞിരിക്കുന്നത്. പോലീസിന് ഈ കേസിൽ ഏതുവരെയായ അന്വേഷണ റിപ്പോർട്ട് എന്നുള്ള അന്വേഷണ റിപ്പോർട്ടും കേസ് ഡയറിയുമെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. ഒരു വേള ഈ വിഷയത്തിൽ, അതായത് നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് CBI അന്വേഷണം തന്നെ ഉത്തരവിടുകയാണെങ്കിൽ, ഏർപ്പാടാക്കുകയാണെങ്കിൽ, പണ്ടും നിരവധി CBI അന്വേഷണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വയനാട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കി കൊന്നു എന്ന് പറയപ്പെടുന്ന ഒരു കേസുണ്ടായിരുന്നു. ഈ കേസിലും CBI അന്വേഷണം ഉണ്ടായിരുന്നു. CBI വന്നിട്ട് ആ കേസിൽ ഇന്നുവരെയും യാതൊരു തരത്തിലുള്ള തുമ്പുകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെയാണ് വളരെ വിചിത്രമായ ഒരു മരണം നടക്കുകയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം എന്നും കണി കണ്ടുണരുവാൻ തൻ്റെ മുറിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയ ഒരു കളർ ചിത്രം ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരുന്ന ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ ദുരൂഹ മരണത്തിലും CBI അന്വേഷണം ഏർപ്പെടുത്തുകയുണ്ടായി. ആ അന്വേഷണത്തിലും യാതൊരു വിവരങ്ങളും ഇന്നേവരെയും പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല CBI അന്വേഷിക്കുന്ന കേസുകളിൽ പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ CBI അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകൂ, നിഷ്പക്ഷമായി മുന്നോട്ട് പോകൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ CBI അന്വേഷിക്കുന്ന കേസുകളിൽ സത്യം പുറത്തു വരൂ എന്ന് തന്നെയാണ് കേരളീയ പൊതുസമൂഹവും വിശ്വസിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ലാവ്ലിൻ കേസ് ഏതാണ്ട് 37 പ്രാവശ്യമാണ് സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചത് എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൽ പിണറായി വിജയനുള്ള സ്വാധീനം വളരെ വലുതാണ് എന്ന് തന്നെ പൊതുസമൂഹം വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരിൽ സ്വാധീനമുണ്ടെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIയെയും സ്വാധീനിക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം ആരോപണമുയർത്തുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ CBIയെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ ഈ അന്വേഷണവും പഴയ ചില കാര്യങ്ങൾ പോലെ, പഴയ ചില കേസുകൾ പോലെ മന്ദീഭവിച്ചു പോകും എന്ന് തന്നെയാണ് പൊതുജനം ഇപ്പോഴും ആശങ്കപ്പെടുന്നത്. എന്നാൽ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ ഏതെങ്കിലും തരത്തിൽ സത്യം പുറത്തു വരണം എന്നുണ്ടെങ്കിൽ CBI അന്വേഷിക്കണം എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യം. എന്നാൽ CBI നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ മാത്രമേ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, CBIയെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സ്വാധീനിക്കുകയാണെങ്കിൽ തീർച്ചയായും നിഷ്പക്ഷമായ അന്വേഷണം നടക്കില്ല എന്ന് തന്നെ പൊതുസമൂഹം സംശയിക്കുന്നു. ഇങ്ങനെ CBIയെ സ്വാധീനിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ അത് കോടതി അലക്ഷ്യമായി ഒരു കാരണവശാലും മനസ്സിലാക്കരുത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കട്ടെ. എന്നാൽ ഇങ്ങനെ ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇപ്പോൾ പൊതുസമൂഹത്തിനുണ്ട്. ഇത് സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അതായത് CBI അന്വേഷണം വന്നാൽ പോലും നവീൻ ബാബുവിൻ്റെ മരണത്തിന് കൃത്യമായ തുമ്പുണ്ടാക്കണമെങ്കിൽ അതിലൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ജനം പ്രതീക്ഷിക്കുന്നതും ആശങ്കപ്പെടുന്നതും. അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഇന്ന് വിധി പറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ 12-ാം തീയതി ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിശദമായ വാദം കേട്ടതാണ്. സർക്കാർ ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന തരത്തിൽ തന്നെ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് നമുക്ക് ഇന്ന് കണ്ടറിയാം, കാത്തിരിക്കാം.